പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം 1 പത്രോസ് 2:2 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. പ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ എന്നെയും നിങ്ങളെയും സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ്. കുഞ്ഞു പൈതങ്ങളെ പോലെ ദാഹിക്കുവാനായിട്ട്. പ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന്, ഞാനും നിങ്ങളും രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന്, എനിക്കും നിങ്ങൾക്കും രക്ഷ ലഭിക്കുന്നത് ഈ ലോകത്തിൽ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമാണ്. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ നിന്ന്. ആ രക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് നോക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ആ കുരിശിലേക്ക് നോക്കി ജീവിക്കാൻ, ആ ഈശോയെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ, ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാകുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് സാധിക്കണം. അങ്ങനെ ആ രക്ഷകനായ ഈശോയെ മുറുകെ പിടിക്കുവാൻ, ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. സഹോദരരെ, വചനം ഇന്ന് നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി. അതേ പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം പല കുണ്ടും കുഴികളും നിറഞ്ഞ വഴിയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോയേക്കാം. എന്നാൽ വചനമാകുന്ന ഈശോയെ സ്വീകരിക്കുമ്പോൾ, വചനമാകുന്ന ഈശോയെ ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ, അതാണ് പ്രിയ സഹോദരരെ വചനം പറയുന്നത് പരിശുദ്ധവും ആത്മീയവുമായ. പ്രിയ സഹോദരരെ, എന്തെല്ലാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ശരി, പ്രിയ സഹോദരരെ, ഈശോ എന്ന രക്ഷകനെ മുറുകെ പിടിക്കുമ്പോൾ, ആ തിരുവചനത്തെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ, അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ഞാനോ നിങ്ങളോ ആകുലപ്പെടേണ്ടതില്ല എന്ന്. പ്രിയ സഹോദരരെ, വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുഞ്ഞുങ്ങൾ പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ, കുഞ്ഞുങ്ങൾ പാലിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, എൻ്റെ പൊന്നു സഹോദരരെ, എനിക്കും നിങ്ങൾക്കും കാത്തിരിക്കുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയം മാറ്റിവെക്കുവാൻ, നമ്മളെ മാറ്റിവെക്കുവാൻ, പുതിയ മനുഷ്യനായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഈശോയാകുന്ന രക്ഷകനിലേക്ക് നോക്കി ആ തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആ തിരുവചനമാകുന്ന ഈശോയെ ലോകത്തിന് സാക്ഷ്യമാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.